Times, premium business lifestyle magazine. Feel the freshness. Feel the softness. DQ 78 TFM Grade 1 soap. പൊതുവികാരം എങ്ങനെയാണ് സർ? പൊതുവികാരം താമരയ്ക്ക് തന്നെ, BJPക്ക് തന്നെ, സുരേഷ് ഗോപിക്ക് തന്നെ. അത് പ്രതീക്ഷ പറയാൻ പറ്റില്ല. എന്നാലും സുരേഷ് ഗോപിക്കാണ് ഞാൻ പ്രതീക്ഷ കാണുന്നത്. തൃശ്ശൂർ നല്ലൊരു വികസന സാധ്യതയുണ്ട്. അയാൾ MP ആയി നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അതുപോലെ ജനങ്ങൾക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ 3 സ്ഥാനാർത്ഥിമാരിൽ നോക്കുമ്പോൾ VS സുനിൽകുമാറാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ കൃഷിമന്ത്രി ആയിരിക്കുമ്പോൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആര് വിൻ ചെയ്യും? സുരേഷ് ഗോപി. എന്തൊക്കെ കാരണങ്ങളാണ് അദ്ദേഹം ജയിക്കാനുള്ളത്? അയാൾ നല്ല നല്ല ഉപകാരം ചെയ്യുന്നുണ്ട് എല്ലാം കൂടിയിട്ട്. ഒരു MP സ്ഥാനം പിടിക്കാനുള്ള ആർജവും ശക്തിയും ശ്രീ സുരേഷ് ഗോപിക്കുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ടായിരിക്കും. ആര് വിൻ ചെയ്യും? അത് സുരേഷ് ഗോപി. എന്താണ് കാരണം? ഏതാണ് കണ്ടില്ലേ, നമ്മുടെ മാർക്കറ്റിന്റെ അവസ്ഥ കണ്ടില്ലേ, നല്ല മാറ്റങ്ങൾ വന്നില്ലേ? സുനിൽകുമാറിന്റെ സംശയം വേണ്ടല്ലേ? സുനിൽകുമാറിനെ അദ്ദേഹത്തെ വേറിട്ട് ആക്കുന്ന ശക്തി ഘടകങ്ങൾ എന്തൊക്കെയാണ്? ആളിവിടെ ഓരോ പുരോഗതി ചെയ്തിട്ടുണ്ട്, ആള് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. UDFന്റെ ആൾ തന്നെ ഇവിടെ ജയിച്ചിരിക്കും. ഒരു കാരണവശാൽ കുഴപ്പമില്ലാത്ത ആളാണ് ഞാനും. എന്താണ് അഭിപ്രായം? സുരേഷ് ഗോപിക്ക് ജയ സാധ്യത കൂടുതലില്ല, കുറവായിരിക്കും. ഇവിടെയോ? എൻ്റെ സുരേഷ് ഗോപി ജയിക്കുന്നതാണ്. വിജയിക്കും. അവിടെ എന്തൊക്കെയാണ് സുരേഷ് ഗോപി സാറിനുള്ള വിജയ സാധ്യത എന്തെങ്കിലും കാണുന്നുണ്ടോ? അയാൾ ജയിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ആൾ നല്ല കാര്യങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 9 നിയമസഭാ മണ്ഡലത്തിലും 8 നിൽക്കുന്നത് ഇടതുപക്ഷമാണ് നിൽക്കുന്നത്. ഇവിടെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കാണ്. സുരേഷ് ഗോപി സാർ ജയിക്കുമോ? തീർച്ചയായിട്ടും ജയിക്കും, വലിയ അതിൽ തർക്കമില്ല. ഇവിടെ ഉള്ള പൊതുവികാരവും പൊതു സംസാരവും എന്തൊക്കെയാണ്? സംസാരം നല്ല സുരേഷ് ഗോപിയെ പറ്റി നല്ല അഭിപ്രായമാണ്. മറ്റുള്ള നേതാക്കന്മാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആൾ കുറച്ചുകൂടി ഡീസൻ്റാണ്. എല്ലാ കാര്യങ്ങൾക്കും, പൊതുപ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഡീസൻ്റാണ്. പൊതുവായി ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആളാണ്. എത്ര നാൾ ഭരണങ്ങൾ മാറ്റി വരണ്ട നമുക്ക്. എല്ലാ പ്രാവശ്യവും ഭരിക്കും തോറും നമുക്ക് നാടിന് നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പം നല്ലൊരു വ്യക്തി വരുന്നതുകൊണ്ട് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രതീക്ഷയുണ്ട് നമുക്ക്. സുരേഷ് ഗോപി എന്തായാലും വരുന്നതാണ് എൻ്റെ ഈ ഓട്ടോ ഡ്രൈവർമാരൊക്കെയും ഒരുവിധം ആഗ്രഹം. തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇവിടുത്തെ യഥാർത്ഥമായ ചിത്രം? യഥാർത്ഥ ചിത്രം എന്ന് പറഞ്ഞാൽ ഞാനൊരു കാണുന്നത് ഒരുപാട് സീറ്റുകൾ UDFന് കിട്ടും എന്നുള്ളതാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അവർ കേന്ദ്രത്തിൽ ഒരു കോൺഗ്രസ് ഗവൺമെൻറ് വരണം, അല്ലെങ്കിൽ ഒരു ഇന്ത്യ മുന്നണി വരണം എന്നുള്ള ഒരാഗ്രഹം. മാത്രമല്ല നിലവിലുള്ള ഭരണത്തോട് ഉള്ള പ്രതികരണം മോശമായ പ്രതികരണം ആയതുകൊണ്ടാണ് പരാമർശം അങ്ങനെ വരുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ച് തീരദേശം വളരെ കൂടുതലാണ്. അപ്പോൾ തീരദേശ നിവാസികൾ എങ്ങോട്ടേക്കാണ് ചായ്വ്? തീരദേശ നിവാസികളെല്ലാം ഇപ്പോഴും പിന്നെ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കുന്നത്. സുരേഷ് ഗോപി സാറിന് സാധ്യത കാണുന്നുണ്ട്. നേരിയ സാധ്യതയാണ്. വമ്പിച്ച ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി കൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് വിജയ സാധ്യത കുറച്ചെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കഴിവും ആ മാസ്മരികതയും തന്നെയാണ്. സിനിമയിൽ എന്ത് റോളാണോ ചെയ്യുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ ലൈഫിലും. ട്രെൻഡിങ് സുനിൽകുമാർ വന്നാൽ പിന്നെ സുരേഷ് ഗോപി ഒന്നും ഇല്ല ഇവിടെ. സുനിൽകുമാറിനെ കുറിച്ച് കണ്ടമാനം കാര്യങ്ങൾ പറയാണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല, എല്ലാ ജനങ്ങൾക്കും അറിയാം. സുനിൽകുമാറെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് അന്ന് തന്നെ നമ്മൾ ഉറപ്പിച്ചു സുനിൽകുമാർ തന്നെ ഇവിടെ. ഈ ഇപ്പം സുനിൽകുമാർ നിൽക്കുന്നുണ്ടല്ലോ, 99% അവനാണ് ജയിക്കാനുള്ള സാധ്യത. കാരണം മൂപ്പര് ജയിച്ചിട്ട് ഇവിടെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു സർവേ വന്നാണ് ഇവിടെ സുരേഷ് ഗോപി സാർ ജയിക്കും ഇലക്ഷന്? ജയിക്കും. എത്ര വോട്ടിന് ഭൂരിപക്ഷം കിട്ടും സാറിന്? നല്ല വോട്ടിന് കിട്ടും. തൃശ്ശൂർ അവരെടുക്കും ആരെടുക്കും, സുരേഷ് ഗോപി എടുക്കുന്നൊക്കെ വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ. 100% VS സുനിൽകുമാർ ജയിക്കും. അതിന് യാതൊരു സംശയം വേണ്ട, ഒരു തർക്കവും വേണ്ട. ഇവിടെ സുനിൽകുമാറാണ് കൃഷിമന്ത്രിയായിരുന്ന സമയത്തും ഈ ജനങ്ങളുടെ ഇടയിൽ കൂട്ടായി നിന്ന് ആരുടെയും ഒരു റെക്കമെൻഡേഷനിൽ ഒരു ശുപാർശ ഇല്ലാതെ കാര്യങ്ങൾ ഇടപെട്ടുള്ള ആളാണ്. സുനിൽകുമാറിന് ഇത്ര അധികം സപ്പോർട്ട് ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. എന്താണ് അതിൻ്റെ കാര്യം? അയാൾ ഇവിടെ മന്ത്രിയായി ഇവിടെ ഇരുന്നിട്ടായിരുന്നു കഴിഞ്ഞ 5 കൊല്ലം. കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകാശപാത വന്നിട്ടുണ്ട്, അത് മൂപ്പരുടെ കെയർ ഓഫിലാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. സുനിൽകുമാർ ഇവിടെ ജയിക്കും. എൻ്റെ സാധ്യത സുനിൽകുമാറിന്. എന്തൊക്കെ ഘടകങ്ങളാണ്? സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടും, പുറകെ പെണ്ണുങ്ങളെ വോട്ട് കിട്ടും നടനെന്നുള്ളതിലേക്ക്. സുനിൽകുമാർ നല്ല വ്യക്തി എന്നുള്ളതിലേക്ക് പറഞ്ഞാണ്. സുനിൽകുമാർ തന്നെ ആവുള്ളൂ. എന്തുകൊണ്ടാണ്? സുനിൽകുമാർ പല പ്രവർത്തനങ്ങളൂടെ നടത്തിയിട്ടുണ്ട്.
എണ്ണി പറയാവുന്ന കാര്യങ്ങളുണ്ടോ? പിന്നെന്താ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെയാണ്? ജനങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ സുരേഷ് ഗോപി സാറും മറ്റു കാൻഡിഡേറ്റ്സും ഒന്നും ചെയ്യുന്നില്ല ഇവിടെ? ചെയ്യണതൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയില്ല, ഇത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടികളാണ് സുനിൽകുമാർ ചെയ്യുന്നത്. സുനിൽകുമാർ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ശക്തമായ ഒരു പാർലമെന്റേറിയൻ ആവാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? സാധിക്കും. കാരണം അദ്ദേഹം കൃഷിമന്ത്രി എന്ന നിലയിൽ ഇവിടെ വ്യക്തിപ്രഭാവം തെളിയിച്ചുള്ള ആളാണ്. പിന്നെ ജനങ്ങളുടെ ഇടയിൽ ജനകീയ പ്രമുഖമുള്ള ആളാണ്. അതുകൊണ്ട് ജയിക്കുന്ന സാധിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വോട്ട് ചെയ്തിട്ട് എല്ലാവരും ജയിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം സുരേഷ് ഗോപി സാർക്ക് എൻ്റെ വോട്ട് വിജയിക്കും. ഇവിടെ സുനിൽകുമാറാണ് ചാൻസ് എന്ന് എല്ലാവരും പറയുന്നത്. എല്ലാവരും ഒരു അഭിപ്രായം പറയുന്നത് സുനിൽകുമാറാണ്. നാട്ടുകാരനാണ് സുനിൽകുമാർ. ടൗണിൽ ഇറങ്ങിയാൽ എല്ലാവരും ആയിട്ട് നല്ല സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും സുനിൽകുമാറിനാണ് താല്പര്യമെന്ന് അറിയുന്നു. ഘടകങ്ങൾ കറിഞ്ഞ ആൾ മന്ത്രിയായിരിക്കുമ്പോൾ നല്ല കണ്ടീഷനിൽ ഭരിച്ചതാണ്. അഴിമതി പൊരുളാത്ത ആളാണ്. മന്ത്രിയായപ്പോൾ വലിയ ജാടൊന്നും കാണിക്കാത്ത ആളാണ്. സാധാരണക്കാരോടൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്ന ആളാണ്. അതന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ. താഴെ തട്ടിന്ന് മുകളിലേക്ക് ഒരാളെ പിടിച്ചു കയറ്റില്ല. ആള് ഓൾറെഡി ആളുടെ കയ്യിൽ പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സ്വത്തുക്കളും കാര്യങ്ങളും ഉള്ള ഒരാളാണ്. അല്ലാണ്ട് മന്ത്രി കസേല കയറിന്നിട്ട് കക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ആൾ വരുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപകാരങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വരുന്നത്. അതാണ് എൻ്റെ വിശ്വാസം. സുരേഷ് ഗോപി നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 4 പേരുണ്ട്. 4 വോട്ടും സുരേഷ് ഗോപിക്കുള്ളതാണ്. യാതൊരു മാറ്റമില്ല. സുരേഷ് ഗോപിനെ കുറിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ നല്ല മനുഷ്യനാണ്. വികസനം കൊണ്ടുവരും. ആൾ വന്നു കഴിഞ്ഞാൽ പാർട്ടി നോക്കണ്ട, അല്ലാണ്ട് തന്നെ ആൾ എല്ലാവർക്കും ചെയ്യും. പാർട്ടി അല്ലാണ്ട് തന്നെ ആളുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആൾ സഹായിക്കണില്ലേ. ഇനിയും അത് ചെയ്യും. തോറ്റിട്ടും ചെയ്തു. ഇനി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നല്ല വികസനമല്ലേ വരാൻ പോണേ. ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് താമര വിരിയും എന്നുള്ളത് സംശയമേ വേണ്ട, യാതൊരു തർക്കവും വേണ്ട, ഉറപ്പാണ്. ഇവിടെ ആര് ജയിക്കും? ഇവിടെ മുരളീധരനാണ് സാധ്യത. കെ മുരളീധരൻ. കെ മുരളീധരൻ. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ സാരഥിയോ? മുരളീധരനാണ്. കാരണം കേരളത്തിൽ 20 സീറ്റും കോൺഗ്രസിന് കിട്ടാനാണ് സാധ്യത. എന്താ അഭിപ്രായം? മുരളീധരൻ. അവിടെ മുരളീധരൻ. എന്താണ് ഫാക്ടർ? ഗവൺമെന്റ് വിരുദ്ധ തരംഗം. സുരേഷ് ഗോപിക്ക് ഇവിടെ ഒരു 65,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടും. 65,000 അല്ല പ്രതീക്ഷിക്കുന്നത്. 1,00,000 വോട്ടിന് ഇവിടെ സുരേഷ് ഗോപി ജയിച്ചിരിക്കും. ലീഡറിന്റെ മോന് ഇവിടെ കാര്യമായിട്ട് എന്തെങ്കിലും പ്രവർത്തനമുണ്ടോ? അദ്ദേഹത്തിന് ഇവിടെ എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? മുരളീധരൻ. മുരളീധരൻ വെറുതെ നിൽക്കുക 3ാം സ്ഥാനത്തേക്ക്. സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഭരണങ്ങൾ മാറി വരട്ടെ. നമ്മൾ സുരേഷ് ഗോപി എന്ന വ്യക്തിനെയാണ് മുന്നിൽ കാണുന്നത്. എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം അല്ലേ? എല്ലാവർക്കും ഒരു അവസരം കൊടുക്കണം. സാർ നമസ്കാരം. ഇവിടെ ഇലക്ഷൻ ആരാണ് വിൻ ചെയ്യുന്നത്? ഒരു പബ്ലിക് ഒപ്പീനിയനായിട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ സുനിൽകുമാർ ജയിക്കുമെന്നാണ് മനസ്സിലാകണത്. എന്തൊക്കെ ഘടകങ്ങളാണ് അദ്ദേഹം ജയിക്കാനായിട്ട് സാറിൻ്റെ മനസ്സിൽ വന്നത്? ജനകീയനാണ്. മാത്രമല്ല ജനങ്ങളായിട്ട് കൂടുതൽ ബന്ധമുള്ള കഴിവുള്ളൊരു മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെടുന്ന ആളാണ്. ഇടപെടുന്ന ആളാണ്. പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം ജയിക്കാനാണ് സാധ്യത. എന്തായാലും 3 പേരും പ്രധാനപ്പെട്ട ആൾക്കാരാണ്, തുല്യശക്തിയിലാണ്. ആര് വിൻ ചെയ്യും? ഇത്രയും മുന്നോട്ട് പോയിരിക്കുന്നു. ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അതാണ്. 3 പേരും പ്രധാന വ്യക്തികളാണ്. എന്നാലും ജനങ്ങളുടെ ഹൃദയത്തിൽ ആരാണുള്ളത്? ജനങ്ങൾക്ക് ഇഷ്ടമായിട്ട് സ്വീകാരനായി തോന്നിയ ആളാണ് ഈ സമയത്ത്, ഇലക്ഷന് തൊട്ട് മുന്നുള്ള സമയമാണ്. സുനിൽകുമാർ മുൻ മന്ത്രി, സ്റ്റേറ്റ് മന്ത്രി ആയിരുന്നപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള. മുരളീധരനെ കുറിച്ച് എന്താണ്? ലീഡറിന്റെ മോനാണ്. കുഴപ്പമില്ല, ആളും കുഴപ്പമൊന്നുമില്ല. നല്ലത്. അദ്ദേഹം വിൻ ചെയ്യാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ജനങ്ങളുടെ ഹൃദയത്തിലൂടെ ഒരാളുള്ള സുനിൽകുമാർ. എന്തൊക്കെ ഘടകങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്? കൃഷിമന്ത്രി ആയിരുന്നല്ലോ ഇവിടെ ആള്. അപ്പോൾ വളരെയധികം വികസനം ഇവിടെ കൃഷിയെ സംബന്ധിച്ച് കൃഷിമന്ത്രിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തെളിയിച്ചിട്ടുള്ളത് സുനിൽകുമാറിന്. ജനങ്ങളുടെ ഹൃദയത്തിൽ ആരാണ്? സുനിൽകുമാർ. അവിടെ സുരേഷ് ഗോപി. എന്തൊക്കെ ഘടകങ്ങളാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്? കേന്ദ്ര ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി. ഒരു നല്ല മനുഷ്യൻ എന്നുള്ള നിലയിൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ സുരേഷ് ഗോപി എന്നുമുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ തുടക്കം മുതലേ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റാണ് സുരേഷ് ഗോപി ജയിക്കുന്നുള്ളത്. മൊത്തത്തിൽ സുരേഷ് ഗോപിക്ക് നല്ലൊരു അഭിപ്രായമാണ്. ഇവിടെ തൃശ്ശൂർ ജില്ലയിലെ എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ നല്ല അഭിപ്രായമാണ് നമ്മൾ കേൾക്കുന്നത്. ഇവിടെ വ്യക്തിപ്രഭാവം ആർക്കാണ്? ആര് ജയിക്കാനാണ് സാധ്യത? നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. മുരളി. സുനിൽകുമാർ. സുനിൽകുമാറിന് ജയിക്കുള്ളൂ. നല്ല മാർജിനിൽ ജയിക്കുമോ? നല്ല മാർജിനിൽ നമുക്ക് പറയാൻ പറ്റില്ല. മാർജിൻ എന്ന് വെച്ചാൽ ഒരുവിധം നല്ല മാർജിനിൽ ജയിക്കും. ഉറപ്പ്. സുരേഷ് ഗോപിക്ക് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനല്ല. അദ്ദേഹം ഒരു മനുഷ്യത്വത്തിൻ്റെ വലിയ വക്താവായിട്ടുള്ള വ്യക്തിയാണ്.